ബ്രഹ്മസ്ഥാന മഹോത്സവത്തിനായി സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി കോഴിക്കോടെത്തി. വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാനത്ത് അമ്മയെ പൗരാവലി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് അമ്മ എത്തിയത്. നീണ്ട 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കോഴിക്കോട്ടെ മക്കളുടെ അരികിലേക്കെത്തിയ അമ്മയെ ഒരു നോക്ക് കാണാനായി നിരവധി പേരാണ് മണിക്കൂറുകളോളം കാത്തുനിന്നത്. മന്ത്രധ്വനികളും വാദ്യഘോഷങ്ങളും മുഴങ്ങിയ അന്തരീക്ഷത്തിലെത്തിയ അമ്മയെ മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകിയാണ് മക്കൾ സ്വീകരിച്ചത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ അമ്മ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇനിയുള്ള 2 ദിവസം നഗരത്തിന് അമൃതോത്സവത്തിന്റെ നാളുകളാണ്. ഇപ്പോൾ 6 കൊല്ലമായിട്ട് എല്ലാവരും കാത്തു നിന്നാണല്ലോ. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് മക്കളെ ഞാൻ വരുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പോഴാണ് ഇന്നത്തെ ദിവസം. പറയാൻ പറ്റില്ല നമുക്ക്, അത്രയ്ക്ക് സന്തോഷം. അമ്മേനെ പോയി വള്ളിക്കാവ് പോയി കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതല്ലാതെ അമ്മ പറയാറുണ്ട് പാവപ്പെട്ട മക്കൾ അവരെ കാണാനാണ് മോനെ അമ്മ വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഇതായി പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ അമ്മ ഇങ്ങോട്ട് വരുവാണ് മക്കളെ കാണാൻ വേണ്ടി. മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസ ശിഷ്യരും 100 കണക്കിന് വരുന്ന ബ്രഹ്മചാരിണിമാരും ആശ്രമ അന്തേവാസികളും അമ്മയോടൊപ്പം എത്തിയിട്ടുണ്ട്. മെയ് 31 രാവിലെ 11 മണിയോടെയാണ് അമ്മ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തുക. തുടർന്ന് വിശിഷ്ട വ്യക്തികൾ അമ്മയെ ഹാരാർപ്പണം ചെയ്യും. പിന്നീട് അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനം, സത്സംഗം, ഭജന എന്നിവയും തുടർന്ന് ദർശനവും നടക്കും. അമ്മയെ കാണാനും അനുഗ്രഹം വാങ്ങിക്കാനുമായി എത്തുന്നവർക്കെല്ലാം വേണ്ട സജ്ജീകരണങ്ങളും വെള്ളിമാടുകുന്ന് ആശ്രമത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അമൃതോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്കെല്ലാം ഭക്ഷണം നൽകാനുള്ള സൗകര്യവും ബ്രഹ്മസ്ഥാന പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോടെത്തിയ അമ്മയെ സ്വീകരിക്കാനായി കാത്തുനിന്ന ഭക്തർക്ക് അമ്മ പ്രസാദവും വിതരണം ചെയ്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറുന്നതോടെ കോഴിക്കോട് ഇനി അമൃതപുരിയാകും. അമൃത ന്യൂസ്, കോഴിക്കോട്.